പുതിയ പ്രമോ എല്ലാവരും കണ്ടിരിക്കല്ലേ. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ വന്നിട്ടുണ്ട്. അനുമോളുടെ ഭാഗത്താണ്, ആരുടെ ഭാഗത്താണോ ശരി തെറ്റുന്നൊന്നും അറിയില്ല. എന്തായാലും അനുമോൾ അവിടെ നിൽക്കുന്നു, ബാക്കി എല്ലാവരും കൂടി അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു. അതിലെ ആദില പറയുന്നുണ്ട് നന്മ മരം കളിക്കല്ലേ അനുമോള് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അടി നടക്കുന്നത്. ഇത് ആദില പറയുന്നത് ആദ്യമായല്ല, എപ്പോഴും പറയുന്ന കാര്യമാണ് അനുമോളുടെ അടുത്ത് നന്മ മരം കളിക്കരുത് എന്നൊരു കാര്യം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരിക്കൽ പോലും ആദിലയ്ക്കും നൂറയ്ക്കും അനുമോൾ എന്ന വ്യക്തിയെ അല്പം പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പറയുന്ന അനുമോൾ കാണുന്നുണ്ടെങ്കിലും ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ മനസ്സിലാക്കാനായിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വശം. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന വലിയ കാര്യത്തില് പട്ടാ ഗേൾസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പുറത്തൊക്കെ പറയുകയും അകത്ത് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിനകത്ത് ഒരിക്കലും ചേരാത്ത രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണത്. അതിലെ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അനുമോള് കാണിക്കുന്നത് പലപ്പോഴും ആത്മാർത്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആദില നൂറ അവരുടെ കാര്യം നടക്കാനും അല്ലെങ്കിൽ അവർക്ക് ഒരു കൂട്ടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അനുമോളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഒരിക്കലും അവിടെ അനുവിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമേ ആയിരുന്നില്ല. ഒരിക്കൽ പോലും അനുവിനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഒരു ഗുണമോ ഉപകാരമോ ഉണ്ടായിട്ടുമില്ല. ആ നിലയ്ക്ക് തിരിച്ച് അനുമോളെ വെച്ച് നോക്കുന്ന സമയത്ത് അനുമോൾ ഇവരെ കുറിച്ച് മോശമായി സംസാരിച്ച് നടക്കുകയോ ഇവർക്കെതിരെ ഗെയിം കളിക്കുകയോ ഇവർക്കെതിരെ സംസാരിക്കുകയോ ഒന്നും ഇതുവരെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ തിരിച്ചു നോക്കുന്ന സമയത്ത് ഈ ആദിലയും നൂറയും അനുമോൾക്കെതിരെ എവിടെയൊക്കെ അവസരം കിട്ടിയോ എങ്ങനെയൊക്കെ അവസരം ഉണ്ടാക്കിയോ അനുമോൾക്ക് എതിരെ ഗെയിം കളിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അനുമോളെ എങ്ങനെ എക്സ്പോസ് ചെയ്യാം, അനുമോളെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നൊക്കെ നോക്കിക്കൊണ്ട് ഗെയിം കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ കിച്ചണിലത്തെ ഈ വഴക്ക് വരുന്ന സമയത്ത് കിച്ചണിൽ അനുമോള് കയറിയിട്ടുണ്ടോ അന്ന് അടി ഉറപ്പാണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്തെങ്കിലും കാര്യത്തിന് അനുമോള് വഴക്കുണ്ടാക്കിയിരിക്കും. അത് അനുമോളുടെ ഭാഗത്ത് ചിലപ്പോൾ ശരിയുണ്ടാവാം, ചിലപ്പോൾ മുഴുവനായിട്ട് തെറ്റ് വരാറുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പോ ഇന്നത്തെ വഴക്ക് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയില്ല. എന്തായാലും അനുമോളുടെ ഭാഗത്ത് എല്ലാം ശരിയുണ്ടാവാനൊന്നും ചാൻസ് ഒന്നുമില്ല. അനുമോള് അല്ലറ ചില്ലറ വാശി ദേഷ്യം ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. ആ വാശിയുടെയും ദേഷ്യത്തിന്റെയും പുറത്ത് ചിലപ്പോൾ പലതും പറയുകയും ചെയ്യുകയും ചെയ്യും. ഇപ്പോ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും കൂടി അനുമോളെ എതിർക്കുന്ന ഒരു സീനൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും അനുമോള് പക്ഷെ അതിനൊപ്പം നിൽക്കും, ഫൈറ്റ് ചെയ്യും, അത് ഉറപ്പുള്ള കാര്യമാണ്. വീണ്ടും കരച്ചിലും പിരിച്ചിലും ഒക്കെ ആവും. അതിനുശേഷം വീണ്ടും ഇവരായിട്ട് കൂട്ടുകൂടും. പക്ഷേ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വഴക്കിട്ട് കൂടുതൽ സമയം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കണം അവർ തമ്മിൽ വീണ്ടും കൂട്ടാവുന്നത്. പുറത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് എന്നേ മുറിഞ്ഞു പോവേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഒരു ഗുണമോ ഉപകാരമോ ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലും വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല. ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അനുവും ആദിലയും നൂറും തമ്മിൽ അത്ര ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പുറത്തിറങ്ങി ചിലപ്പോൾ ജസ്റ്റ് കാണാൻ സംസാരിക്കുക ഒക്കെ ചെയ്താൽ പോലും അതിനെ എങ്ങനെ പോയാലും അനുവിന്റെ ഫാമിലിയും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും അവരൊരിക്കലും നിനക്ക് നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ല എന്നുള്ളത്. ഒരു വശം ഞാൻ ചിന്തിക്കുന്ന സമയത്ത് അനീഷ് മനസ്സിലാക്കിയിട്ടുള്ള അത്ര പോലും അനുമോളെ ഈ ആദിലയും നൂറയും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ ഇക്കാര്യത്തിൽ പറയും. ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. എന്തായാലും ഈ ആഴ്ചയോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ, എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ചിലപ്പോൾ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ ആയിരിക്കും നമ്മുടെ ഓൾഡ് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത്. അവര് ഇപ്പോൾ ഇത് കുറേ പേരുണ്ടല്ലോ, എല്ലാവരും അങ്ങോട്ട് എഴുന്നള്ളി എത്തുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഇനി ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാവാൻ പോകുന്നത് മറ്റൊരു പൊട്ടിത്തെറിയാവാൻ ചാൻസ് ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം മറ്റൊന്നല്ല, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാവരും തന്നെ അനുമോൾക്ക് എതിരെ സംസാരിച്ചിട്ടുള്ള മത്സരാർത്ഥികളാണ്. ഒരാൾ പോലും അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു അല്പമെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ജിസയിൽ മാത്രമാണ്. ബാക്കി എല്ലാവരും അനുമോൾക്കിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അനുമോൾക്ക് PR ഉണ്ട്, അനുമോൾ അവിടെ ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾക്കെതിരെ എങ്ങനെ അനുമോളെ തോൽപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കളിക്കുന്ന, അല്ലെങ്കിൽ പുറത്തു വന്നിട്ട് അത്രയും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന കുറെ മത്സരാർത്ഥികളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമ്പോൾ അനുമോൾ അവിടെ ഒറ്റപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ അനുമോൾക്ക് എതിരെ അവരവിടെ എന്ത് ചെയ്യും, അങ്ങനെ പല പല സന്ദർഭങ്ങളും പല പല കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അനുമോളെ എക്സ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ അനുമോൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും ആ വരുന്ന ദിവസത്തിനുള്ളിൽ അനുമോളെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അനുമോളുടെ ഡ്രാമ കാണിക്കുക, ഇതൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ഇവര് വന്നിട്ട് അകത്ത് വന്നിട്ട് അനുമോളുടെ അടുത്ത് സ്നേഹം കാണിച്ചു എന്ന് വിചാരിക്കട്ടെ. ഞാൻ പറയും ഇവര് വന്നിട്ട് അങ്ങനെ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ വെറും ഡ്രാമ, അതിൽ കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം പുറത്തിറങ്ങിയിട്ട് അത്രയും മോശമായിട്ടാണ് ഇവര് സംസാരിച്ചിട്ടുള്ളത്. ഇനി അകത്ത് വന്നിട്ട് ഇവര് അനുമോളുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുന്നു, ഭയങ്കര കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അങ്ങനെയുള്ള സീനുകളൊക്കെ ആണെങ്കിൽ വെറും ഡ്രാമ.
വെറും ആക്ടിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശമായി അനുമോളെ കുറിച്ച് ഇവർ പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് കണ്ടസ്റ്റൻസ് വരുന്ന ദിവസം അല്ലെങ്കിൽ ആ വരുന്ന ആ 2-3 ദിവസം എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അനുമോളെ കേന്ദ്രീകരിച്ചായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അക്ബർ, നെവിൻ, ഇവരൊക്കെയാണ് സാബു, ഇവരൊക്കെയാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. ഈ വീട്ടിലെ പുറമേ നിന്ന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് അല്ലാന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികളാണുള്ളത്. മെയിനായിട്ട് ഒന്ന് അനുമോള്, മറ്റൊന്ന് ഷാനവാസാണ്. പിന്നെ അപ്പൊ ഈ 2 വ്യക്തികളുടെ അടുത്ത് ഇവരെങ്ങനെ കാണിച്ചാലും എങ്ങനെ സംസാരിച്ചാലും അത് വെറും ഫേക്ക്, വെറും ഡ്രാമയായി മാറാനുള്ള ചാൻസേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്ന് ഓരോ മത്സരാർത്ഥികളും ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്നു, പോസ്റ്റ് ഇടുന്നു, ഇവർക്കെതിരെ സംസാരിക്കുന്നു. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് അനുമോൾക്കും പിന്നെ ഷാനവാസിനെതിരെയാണ്. അപ്പോൾ ഇവർ 2 പേരും ഒഴികെ ആ വീട്ടിൽ ആരെങ്കിലും ജയിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഇവർ 2 പേരും വളരെ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഒക്കെ നമുക്ക് ഓൾഡ് കണ്ടസ്റ്റൻസ് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ അനുമോളായിരിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്.